ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മുടെ കൊല്ലത്ത് പുതുതായിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ലുലു മാളിൻ്റെ ഒരു ബ്രാഞ്ച് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയം ജംഗ്ഷനാണ്. കൊട്ടിയം ജംഗ്ഷനിൽ NK സിൽക്സിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് അത്യാവശ്യം നല്ല ക്രൗഡഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആര്യാസ് ഹോട്ടലിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ കൊല്ലത്ത് ലുലു മാളിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അറ്റ് പ്രസൻറ്റ് ഈ ഒരു മാളിൻ്റെ പേര് വന്നിട്ട് ഡ്രീംസ് മാൾ എന്നാണ് പേര്. അപ്പോൾ ആ ഒരു മാളിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്സാണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലെ ഒരു എൻട്രൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസ് ഉണ്ട്, സൂപ്പർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രീംസ് മാളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീംസ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറെല്ലാം വന്നിട്ടാണെങ്കിൽ ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്, ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ KFC ഒക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ്. നല്ല സൂപ്പർബായിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫ്രെയിം വർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വൈഡ് ആംഗിളിലിട്ട് കാണിച്ചു തരാം. കണ്ടോ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൂർത്തിയായിട്ടുണ്ട്. താഴോട്ടൊക്കെ ആണെങ്കിൽ പാർക്കിങ് മറ്റ് കാര്യങ്ങളും KFC അതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ സിനിമാസൊക്കെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡ്രീംസ് മാൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ KFC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. KFC സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റിയത്, ഇല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള ഉൾവശം. കണ്ടോ, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ KFC, വെൽ ടേസ്റ്റിയസ്റ്റ് ചിക്കൻ ഓപ്പൺ ഫോർ ടേക്ക് അവേ ആൻഡ് ഡെലിവറി. ഇരുന്നും കഴിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ആ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള ഒരു വശം കണ്ടോ, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ 2 നിലകൾ മാത്രമേ ഉള്ളൂ. സിനിമാസൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൗണ്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് സംഭവം, ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നുള്ള സംഭവം നമുക്ക് നോക്കാം. ഡ്രീംസ് മാൾ ഓപ്പണിംഗ് ഷോർട്ട്ലി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് കോർട്ടുണ്ട്, ഷോപ്പിംഗ് ഏരിയ, മൾട്ടിപ്ലെക്സ്, സലൂൺ ആൻഡ് സ്പാ, ഓഫീസ് സ്പേസ്, എൻ്റർടൈൻമെൻറ്റ്, ഹെൽത്ത് ക്ലബ്, അപ്പാർട്ട്മെൻറ്റ്, സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആസ് യൂഷ്വൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രീംസ് മാളിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. സംഭവം കൊള്ളാം, ഒരു രക്ഷയില്ല. മാളിത് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി വൈബായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ KFCയുടെ ഒരു ഷോപ്പ് മാത്രം തന്നെ അറ്റ് പ്രസൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അങ്ങോട്ടായിരിക്കും മിക്കവാറും നമ്മുടെ ലുലു മാളിൻ്റെ ബ്രാഞ്ച് വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യും എന്നാണ് സംഭവം പറഞ്ഞത്. സംഭവം കൊള്ളാം. മുകളിലൊക്കെയാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നതിൻ്റെ പേരിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ് ഗൈസ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുവഴി ജസ്റ്റ് ഒന്ന് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഡ്രീംസ് മാളിൻ്റെ സ്റ്റെപ്സ് വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് കയറി പോകാം. എപ്പോഴാണ് സെക്യൂരിറ്റി പറഞ്ഞു വിടുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഗൈസ്. ആക്ച്വലി വർക്ക് ഓക്കെ. നമ്മൾ ഇനി അടുത്ത നമ്മളങ്ങോട്ട് ടൈൽസിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ എന്തൊക്കെ സംഭവം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർ ജസ്റ്റ് ഒന്ന് നോക്കിയാണ്. സെക്കൻഡ് ഫ്ലോർ ഇവിടെ ആക്ച്വലി ടൈൽസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ വന്നിട്ട് ഒരു രക്ഷയില്ല, സംഭവം കൊള്ളാം, സൂപ്പർ. ഇതാണ് ആക്ച്വലി നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള വശം. കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓപ്പണിംഗ് ഷോർട്ട്ലി എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ ഷോപ്സൊക്കെ ആണെങ്കിൽ സംഭവം വരുമായിരിക്കാം. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതാണ് ഹൈലൈറ്റ്. അത് മിക്കവാറും
ടോപ്പിലെല്ലാം ആയിരിക്കും. നമുക്കിവിടെ താഴോട്ട് നോക്കി കഴിഞ്ഞ് ഇവിടേക്കാണെങ്കിൽ പണികളൊക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറ സൈഡൊക്കെ ഫുള്ള് ഡസ്റ്റ്. ഇവിടെ എസ്കലേറ്ററിൻ്റെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കത് ഇതുവഴി നേരെ താഴോട്ട് നോക്കാം. കൊള്ളാമല്ലേ? ഇനി നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഇല്ല എന്നാണ് തോന്നുന്നത്. പാർക്കിംഗ് ഏരിയയൊക്കെ ആണെങ്കിൽ സൈഡിലാകാനാണ് സാധ്യത കൂടുതൽ. ഇവിടെ ആണെങ്കിൽ ടൈൽസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ടൈൽസൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബ്രാഞ്ചാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിനി അങ്ങോട്ടിനി എന്തായാലും പോകുന്നില്ല ഗൈസ്. ഇനി താഴോട്ട് പോകും.